ദിസ് ഈസ് അരുൺ. അപ്പം നമ്മൾ ഏത് സ്റ്റോക്കിനെ കുറിച്ചാണ് വ്യൂ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ കമൻറ്റ്സ് വന്നത് ഹാവൽസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഹാവൽസാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഹാവൽസ് മാത്രമല്ല, ഇന്ന് അതിൻ്റെ പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് കുറച്ച് ബെറ്റർ എന്നുള്ളത് നമുക്ക് ആ സജഷൻ കഴിയുമ്പോൾ അറിയാം. സോ വീഡിയോ അവസാനം വരെ കാണാം. അപ്പം നമ്മൾ ഹാവൽസാണ് എടുത്തിരിക്കുന്നത്. ഹാവൽസ് എടുത്തിട്ട് ഇതിപ്പോൾ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോമ്പോണൻറ്റ് ആൻഡ് എക്വിപ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ടിക്കറ്റ് പേപ്പർ എന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രിൻസിക് വാല്യൂ കറണ്ട് പ്രൈസിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ബൈ റേറ്റിംഗ് അല്ല അതിൽ ഉദ്ദേശിക്കുന്നതാണ്. നമ്മളതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഫോർകാസ്റ്റിങ്ങിലേക്ക് വന്നു. അപ്പോൾ 35% അനലിസ്റ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ റവന്യൂ ഏണിങ്സും നോക്കാം. റവന്യൂവിലൊരു ഡിപ്പുണ്ട്, അതേപോലെ തന്നെ ഏണിങ്സിലും ഒരു ഡിപ്പുണ്ട്. സോ ആ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടേണ്ടതാണല്ലോ. ഇനി പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ പോളിക്യാബ്, വിഗാർഡ്, ഗ്രാഫൈറ്റ്, ഹെഗ് അങ്ങനെ കമ്പനീസ്. ഇപ്പം നമ്മളെടുക്കുന്നത് വന്നിട്ട് പോളിക്യാബും വിഗാർഡുമാണ്. നമ്മളാദ്യം വിഗാർഡ് എടുക്കാം. വിഗാർഡൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കമ്പനി ആയതുകൊണ്ടാണ് വിഗാർഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ 38% ആണ് അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫോർകാസ്റ്റിലേക്ക് പോകുന്നു, റവന്യൂ എടുക്കുന്നു. നമുക്ക് റവന്യൂ നോക്കുമ്പോൾ അറിയാം റവന്യൂവിലൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഏണിങ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹാവൽസിനേക്കാളും കുറച്ച് ബെറ്റർ വിഗാർഡാണ്. എങ്കിലും 38% ആൾക്കാർ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പിയർ ഗ്രൂപ്പ് മെമ്പറായിട്ടുള്ള അടുത്ത ആളിനെ കൂടെ നമുക്കൊന്ന് വേഗം നോക്കാം. പോളിക്യാബ് ഇന്ത്യ. നമ്മൾ പോളിക്യാബ് ഇന്ത്യ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ മറ്റ് രണ്ട് പ്രൈസസ് ഡിക്രീസ് ആണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കറണ്ട് പ്രൈസ് ഈസ് മോർ ദാൻ ദി ഇൻട്രിൻസിക് വാല്യൂ. നമ്മൾ പക്ഷേ ഫോർകാസ്റ്റിലേക്ക് വരുമ്പോൾ 76%, അതായത് മറ്റ് രണ്ടും 38 ആയിരുന്നു, ഇത് 76, ഓൾമോസ്റ്റ് ഡബിൾ. അതായത് ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, റിസർച്ച് അനലിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത് പോളിക്യാബാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഫോർകാസ്റ്റിലേക്ക് വന്നു, റവന്യൂ നോക്കുന്നു. റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. സെയിം നമ്മുടെ ഏണിങ്സും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഏണിങ്സ് നല്ല ഇൻക്രീസ് ഉണ്ട്. സോ അത് രണ്ടിനേക്കാളും നല്ലൊരു സ്റ്റോക്കായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റിയത് പോളിക്യാബാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ പ്രൈസ് കമ്പാരിസൺ കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സെക്ഷൻ്റെ റീസെൻറ്റ് ന്യൂസിൽ അതിൽ എത്രയാണ് ടാർഗറ്റ് ലെവൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ടിക്കറ്റ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡെപ്തായിട്ട് നമുക്കിതിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. നല്ലൊരു ടൂളാണ്, അതാണ് ആദ്യം തന്നെ പറയാം. അപ്പോൾ കമ്പയർ വിത്ത് പിയർ ഗ്രൂപ്പ് എന്നുണ്ട്. അപ്പം ഇവിടെ പോളിക്യാബ്, ഹാവൽസ്, വിഗാർഡ് നമുക്ക് ഏതൊക്കെ സ്റ്റോക്കാണ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ. ഇപ്പം നമ്മൾ പി റേഷ്യോ അങ്ങനത്തെ കമ്പാരിസൺ ഒന്നും ഇപ്പോൾ നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് പ്രൈസ് കമ്പാരിസൺ നോക്കുകയാണ്. ഇവിടെ പോളിക്യാബുണ്ട്, ഹാവൽസ് ഉണ്ട്. ഒരു സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ നോക്കിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിഗാർഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ വിഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതായത് ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 21, 2019 തൊട്ട് ഓഗസ്റ്റ് 14, അതായത് ഒരു ഇയറിൻ്റെ ഗ്രാഫാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പോളിക്യാബിൻ്റെ കാണാൻ പറ്റും ഒരു സ്ട്രെയിറ്റ് ഒരു 45 ഡിഗ്രി. ഇത് നമുക്കറിയാം, ഒരു 45 ഡിഗ്രിയിലൊരു സാധനം ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്നത്. 45 ഡിഗ്രിയിലാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു ഡിപ്പ് വന്നത്, അതെന്താണ്, കോവിഡിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അതിനുശേഷം ആ ഡിപ്പിൽ നിന്ന് ഏകദേശം 50% മുകളിൽ കറക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഗ്രാഫ് ഒരു ഹയർ ലെവലിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് ഹാവൽസ് നോക്കുകയാണെങ്കിലും അത്ര വലിയ പെർഫോമർ അല്ലായിരുന്നു. ഒരു ഇൻലൈൻ പെർഫോം ചെയ്തിട്ട് കോവിഡിൻ്റെ ഇമ്പാക്റ്റിൽ താഴെ വന്നു. ഇപ്പോൾ തിരിച്ച് പഴയ ലെവലിലേക്ക് എത്തുന്നു. കുഴപ്പമില്ല, ഹാവൽസും അത്ര തള്ളിക്കളയാൻ പറ്റാത്തൊരു സ്റ്റോക്കായിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷേ ഇപ്പോൾ വിഗാർഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വിഗാർഡ് ഒരു നോർമൽ റേഞ്ചിൽ നിന്ന് കോവിഡ് ഇമ്പാക്റ്റിൽ വന്ന ശേഷം എഗെയിൻ ഡിപ്പിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ ഇമ്പാക്റ്റ് വന്ന ശേഷവും പിന്നെയും അതേ താഴ്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് കാണുമ്പോൾ തന്നെ അറിയാം. പോളിക്യാബ് കഴിഞ്ഞൊരു കൊല്ലത്തിൻ്റെ ഇടയിൽ 60% നേട്ടം ഉണ്ടാക്കിയ സമയത്ത് ഹാവൽസ് 6% നഷ്ടമാണ് ഉണ്ടാക്കിയത്. 6% നമുക്ക് നെഗ്ലിജിബിൾ ആണ്. നമുക്ക് ആ ഒരു സ്റ്റോക്ക് പിന്നെയും പരിഗണിക്കാം. പക്ഷേ വിഗാർഡ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ വിഗാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വിഗാർഡിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. അതും ഒരു
നോൺ പെർഫോമറായിട്ട് മാറുകയാണ് ലാസ്റ്റ് 1 ഇയറിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് പഠിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നൊരിത് പോളിക്യാബ് തന്നെയാണ്. ഈ ഒരു സെക്ടറിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പോളിക്യാബ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പോളിക്യാബിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയി പഠിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, ഈ വീഡിയോനെ പറ്റിയുള്ളതായ കമൻറ്റ്സ് ആയാലും ചാനലിനെ പറ്റിയുള്ള കമൻറ്റ്സ് ആയാലും തീർച്ചയായും രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഹാപ്പി സൺഡേ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.